ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, തന്നെ മറച്ച് ഞാൻ ഇതുവരെയ്ക്കും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. അതുപോലെയാണ് ആദർശും നയനയും. അവർക്ക് ഇടയിൽ ഒരു രഹസ്യമില്ല. അവർ തമ്മിൽ മാറി മാറി എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കുന്നതാണ് എന്ന്. അതിനുശേഷം മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് അന്ന് അനഘയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയണത് ഇതെല്ലാം കേട്ട് എനിക്ക് തോന്നുന്നില്ല ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്. അഥവാ അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്തിരുന്നെങ്കിൽ ആദ്യം നമ്മുടെ അടുത്തായിരിക്കും അവൻ തുറന്ന് പറയുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയണം, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന്. എനിക്കതിൽ നല്ല സംശയമുണ്ട്. അവിടെ കൂടിയിരുന്നവരെല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ചതാണോ ഒരു ഡ്രാമയാണോ അവിടെ നടന്നതെന്ന് എനിക്കതിൽ നല്ല സംശയമുണ്ടെന്ന് പറയുകയാണേ. അന്ന് അവിടെ ആദർശിൻ്റെ ആ ഫോട്ടോ അവർ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഫോട്ടോ കണ്ട് ആദർശ് നെട്ടുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ കള്ളത്തരം ഒളിപ്പിക്കുകയായിരുന്നെങ്കിൽ അവൻ്റെ മുഖത്ത് അങ്ങനെ കാണാമായിരുന്നല്ലോ. അവൻ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ നെട്ടില്ലായിരുന്നല്ലോ. ആദ്യമായിട്ട് കാണുന്ന രീതിയിലായിരുന്നു ആദർശിൻ്റെ മുഖഭാവം എന്ന്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതി അവൻ നിൽക്കുകയായിരുന്നു. ആ സമയം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചന്തുമോള് അച്ചാന്ന് വിളിച്ച് ആദർശിൻ്റെ പിറകെ വന്നത് എന്ന്. ഓടി വന്ന് ചന്തുമോള് ആദർശിൻ്റെ കൈയാണ് പിടിച്ചത്. അവിടെ നിന്നവരും അവിടെ കൂടിയിരുന്നവരെല്ലാം മോളെടുത്ത് ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞിരിക്കുമായിരിക്കുമോ, അങ്ങനെ ആ കാര്യത്തിൽ എനിക്ക് നല്ലൊരു സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ് എനിക്കതിലും നല്ല സംശയമുണ്ട് എന്ന്. പിന്നീട് മുത്തശ്ശൻ പറയുകയാണ് ഇതിനകത്ത് എന്തോ വലിയ ചതി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നിസ്സാരമായിട്ട് എനിക്ക് തെളിയിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല. പക്ഷേ ആദർശൻ നയനയും ഇതിൻ്റെ പുറകെ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആദർശ് ടെസ്റ്റ് ചെയ്ത് തെളിയിക്കുമായിരിക്കും. എന്നിരുന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും ചന്തുമോള് എൻ്റെ ഇവിടെ കൊച്ചുമോളായിട്ട് തന്നെ വളരുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ആനകയെ കാണണോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്ക് കാണണം എന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് കാണണമെന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും നിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞതെന്ന്. എന്നാൽ പോയി റെഡിയാവും, നമുക്ക് അനഘയെ കാണാൻ പോകാമെന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്. പിന്നെ ട്രെയിനറാണ് കാണിക്കുന്നത്. ട്രെയിനറാണെങ്കിൽ നന്ദുവിനെയും കൂട്ടുകാരെയൊക്കെ ഓട്ട മത്സരം വെക്കുകയാണ്. ആ ഓട്ട മത്സരത്തിൽ ഓടി ആദ്യം എത്തുന്നത് നന്ദുവാണ്. നന്ദു ഓടി എത്തുന്നത് കാണുമ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം നന്ദുവിനെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ട്രെയിനർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളൊരു വല്ലാത്ത കില്ലാടി തന്നെയാണ്. ഇവൾ പോലീസ് ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവൾ പോലീസ് സേനയ്ക്ക് ഒരു പൊൻതൂവലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു പൊൻതൂവൽ പോലീസ് സേനയ്ക്ക് വേണ്ട. ഇവളെ ഞാൻ വിജയിക്കാൻ സമ്മതിക്കില്ല. ഇവളങ്ങനെ പോലീസ് ആവണ്ടെന്നൊക്കെയാണ് ട്രെയിനർ മനസ്സിൽ വിചാരിക്കുന്നത്. ട്രെയിനർ നന്ദുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, നീ ഓടി ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിലാണോ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ നന്ദു പറയും, ഇല്ല സാറേ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ട്രെയിനർ പറയുകയാണ്, ഞാൻ ഫിസിലൂതിന് മുമ്പെയാണ് നീ ഓടിയത്. മറ്റുള്ളവർ ഞാൻ ഫിസിലൂതിയതിന് ശേഷമാണ് ഓടി, അതുകൊണ്ടാണ് നീ വിജയിച്ചതെന്ന് പറയുകയാണ്. അതുകൊണ്ട് നിനക്കൊരു പണിഷ്മെൻ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ നന്ദു പറയുകയാണ്, ഇല്ല സാറേ, സാറ് ഫിസിലൂത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഓടിയെന്ന്. അപ്പോൾ ട്രെയിനർ പറയുകയാണ്, എന്തായാലും ഞാൻ പറയുന്നതിനപ്പുറം കയറി നീ സംസാരിക്കേണ്ട, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയണം, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതിയെന്ന്. എന്നിട്ട് ട്രെയിനർ മറ്റുള്ളവരടുത്ത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പണികൾ പോയി ചെയ്തോ എന്ന്. ഇവളെ ഞാൻ ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നേ ട്രെയിനർ. എന്നിട്ട് ട്രെയിനർ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് വിജയിച്ച് നിനക്ക് പുറത്ത് പോകണമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ എന്ന്. അപ്പം നന്ദു പറയുകയാണ്, ഇവിടെ നിന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജയിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന്. സാർ എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചില്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ ട്രെയിനർ പറയുകയാണ്, ഞാൻ അങ്ങനെ മനഃപൂർവ്വം ആരെയും തോൽപ്പിക്കാറില്ല എന്ന്. നിൻ്റെ കഴിവുകേട് കൊണ്ട് ചിലപ്പോൾ നീ തോറ്റെന്നിരിക്കും. നിൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ തുഷാര, അവളും ജയിക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ തട്ടിമുട്ടി അവൾ ജയിച്ചെന്നിരിക്കും എന്ന്. പക്ഷേ നീ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയണം, എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന്. ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ട്രെയിനർ പറയുകയാണ്, ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതെല്ലാം ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന്. നിന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ എനിക്ക് നിന്നെ നേരത്തെ അറിയത്തൊന്നുമില്ലല്ലോ. നിന്റെ മേലിൽ എനിക്കൊരു വ്യക്തി വൈരാഗ്യമില്ല, പിന്നെ എന്തിനാ നിന്നെ ഞാൻ മനഃപൂർവ്വം ദ്രോഹിക്കുന്നത്. അപ്പം നന്ദു തിരിച്ചു ചോദിക്കുകയാണ്, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം വരെ സാറിനെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എന്തിനാ സാർ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നത്. സാർ മറ്റുള്ളവരടുത്ത് ഇങ്ങനെ അല്ലല്ലോ പെരുമാറുന്നത്. നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോൾ ട്രെയിനർ പറയാണ്, ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്, നിനക്ക് തോന്നുന്നതാണ്, അത് നിന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ട്രെയിനർ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നന്ദുവിനാണെങ്കിൽ എല്ലാം മനസ്സിലാവുകയാണ്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇയാൾ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇയാളുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി രക്ഷപ്പെട്ടു പോകത്തില്ല എന്നുള്ള കാര്യം. ബാക്കിയുള്ളവരെല്ലാം ട്രെയിനിങ് ചെയ്യുകയാണ്. അപ്പോഴും നന്ദു വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നന്ദുവിൻ്റെ അടുത്തേക്ക് തുഷാര ഓടി വന്നിട്ട് പറയുകയാണ്, നന്ദു നീ ഇങ്ങനെ നിൽക്കുന്ന കണ്ട ഇനി വെറുതെ നിന്നെന്ന് പറയും, നിനക്ക് വല്ല പണിഷ്മെൻറ്റും അങ്ങേര് തരും. അപ്പോൾ നന്ദു പറയണ അയാൾ തരികയാണെങ്കിൽ തരട്ടെ, എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് നന്ദു പറയുകയാണ്. എന്നിട്ട് നന്ദു തുഷാരയോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ കൂടുന്നത് കൊണ്ട് ഇനി അയാൾ എൻ്റെയോടുള്ള വൈരാഗ്യം നിൻ്റെ അടുത്ത് തീർക്കുമോ എന്തോ, നിന്നെയും തോൽപ്പിക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ തുഷാര പറയുകയാണ്, അങ്ങനെ തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
തുഷാരയും നന്ദും കൂടി സംസാരിക്കാൻ ട്രെയിനർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയുകയാണ് ഏത് ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയും തുഷാരയെ പറഞ്ഞേക്കുകയാണ്. പിന്നീട് സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ വന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നമുക്ക് അങ്ങ് പോയി പുഷപ്പ് എടുത്താലോ, അവിടെയാണെങ്കിൽ ഫിസിലൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ് ഇനി ഒരു ഇതിനും ഞാനില്ല എന്ന് പറഞ്ഞ് നന്ദു ഒഴിഞ്ഞ് മാറുകയാണ്. പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത്. ചന്തുമോളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ചന്തുമോളെടുത്ത് ചോദിക്കുകയാണ് എൻ്റെ മോൾ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചന്തുമോൾ ചോദിക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നൈനാമ്മയുടെ അടുത്താണോ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയണേ നൈനാമ്മയുടെ വീട്ടിലേക്കല്ലേ പോയത്, നൈനാമ്മ പോയിട്ട് വരുന്നുമ്പോൾ നമുക്കൊരിടം വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് മുത്തശ്ശൻ. ചന്തുമോളെയും കൊണ്ട് അനഘയുടെ അടുത്ത് പോവുകയാണ്. അനഘയെ കാണുമ്പോൾ ചന്തുമോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാവുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയായിരുന്നു ഇതായിരുന്നു അവസ്ഥ, അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് എങ്ങനെയാ പോരുന്നത് സുഭദ്രയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് കുഞ്ഞിനെ കാണുമ്പോഴേ എനിക്ക് സങ്കടം തോന്നുന്നു, എന്നാൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് മോളുടെ കാര്യം ഒരു വിഷമവും വേണ്ട, വലിയൊരു തറവാട്ടിലേക്കാണ് മോള് വന്നെത്തിയിരിക്കുന്നത്, അവളെ നമ്മൾ പൊന്നു പോലെ നോക്കിക്കോളാം, മോളെ കാര്യമോർത്ത് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് അനഘയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മോളുടെ മനസ്സിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമല്ലോ, പക്ഷെ മോൾക്ക് അത് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇനി ആരാണെങ്കിൽ തന്നെയും ചന്തുമോളെ ഇനി ഞങ്ങൾ വിട്ടൊന്നും കളയത്തില്ല, ചന്തുമോളുടെ വിവാഹം വരെ അവൾ ആ വീട്ടിൽ തന്നെ വളരും, നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിടും, നല്ല രീതിയിൽ എല്ലാ കാര്യവും ചെയ്യും, ഇനി ചന്തുമോളെ കാര്യമോർത്ത് മോള് വിഷമപ്പെടുകയൊന്നും വേണ്ടാന്ന് അനഘയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നേ. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരം തറവാട്ടിൽ ചന്തുമോള് ഒരു അംഗം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അനഘയും ചന്തുമോളും സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന മുത്തശ്ശനും ഓമനയെ കാണുന്നുണ്ടായിരുന്നു. അനഘയെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സർവൻ്റാണ്. അപ്പം അനഘയുടെ കാര്യങ്ങളൊക്കെ ഓമനയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അനഘയുടെ കാര്യത്തിൽ ഈ ചോദിച്ചതിനേക്കാളും കൂടുതൽ ശമ്പളം നിനക്ക് കൂട്ടിത്തരാമെന്ന് പറഞ്ഞത് തളർന്നു കിടക്കുന്ന ഒരാളെ നോക്കുന്ന ഭയങ്കര വലിയ കാര്യമാണ്, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരാമെന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ ഓമന പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നോക്കുക തന്നെ ചെയ്യുന്നത്. മുത്തശ്ശനും ഓമനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അനഘയെ നോക്കാൻ വേണ്ടി അനഘയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഓമന പറയുകയാണ് ബന്ധുക്കളെന്ന് പറഞ്ഞ് ഇവിടെ ആരും വരാറില്ല, എന്നാലും 1-2 ചെറുപ്പക്കാർ ഇവിടെ വരാറുണ്ട്, അനഘയ്ക്ക് വല്ല മാറ്റവുമുണ്ടോ, കയ്യോ കാലോ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് വരുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നതെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല, അവർ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് ഓമന പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വരുന്നവർ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ആർക്കാണ് അനഘയുടെ അടുത്ത് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഓമന ചോദിക്കുകയാണ് സാറിൻ്റെ കൊച്ചുമോൻ്റെ അടുത്തല്ലേ അനഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ്, പക്ഷെ ആരാണെന്ന് അത് ഉറപ്പിച്ചിട്ടില്ല, അതിലാണ് ഒരു സംശയം എന്നിങ്ങനെ ചന്തുമോള് കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ സംസാരം അവിടെ നിൽക്കുകയാണ്. മോളെ എന്താ പറ്റിയത്, കരയൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ചന്തുമോളെ ആശ്വസിപ്പിക്കുകയാണ്. ഓമൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ നേരമാണ് അബി അവിടെ നിർത്തിയിട്ടിരുന്ന 2 പേര് അവർ വന്ന കാര്യം കാണുന്നുണ്ടായിരുന്നേ. ഈ സമയം ഇവിടെ ആണെങ്കിൽ അബി ആണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു. ചക്കരമുത്തി പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊഞ്ചിക്കലാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ നവ്യയാണ് പോയി എടുക്കുന്നത്. അപ്പോൾ നവ്യ എടുക്കുമ്പോൾ ആരാടി എന്നിങ്ങനെ അബി ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറയണേ ബ്രിജിത്ത് എന്ന് പറയണേ ഈ ഫോൺ ആണെങ്കിൽ വാങ്ങിക്കൊണ്ട് അബി ഓടിക്കൊണ്ട് വെളിയിൽ പുറത്തേക്ക് ഇറങ്ങിയാണ്. നവ്യ ചോദിക്കുകയാണ് എന്തിനാ പുറത്തേക്ക് ഓടുന്നത്, ഇവിടെ ഒന്ന് സംസാരിച്ചാൽ പോരെ എന്ന്. അപ്പോൾ അബി പറയണത് ഇത് കുഴപ്പമുള്ള ഫോണൊന്നുമല്ല, ഞാൻ പുറത്തേക്ക് ഇന്ന് ഇറങ്ങി സംസാരിച്ചോട്ടെ എന്ന്. നവ്യ പറഞ്ഞിട്ട് കേൾക്കാതെ അബി പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ്. ആ കൂട്ടുകാരുടെ അടുത്ത് അബി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, ഇവിടെ നൂലികെട്ടിന് വേണ്ടി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. നീ എന്തിനാ വിളിച്ച കാര്യം പറയാമെന്നിങ്ങനെ പറയുമ്പോൾ ഗുണ്ട പറയുകയാണ് സാറിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി മോളെയും കൊണ്ട് ഇങ്ങോട്ട് അനഘയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അബി ചോദിക്കുകയാണ് അങ്ങേര് എന്തിനാ അങ്ങോട്ട് വന്നത്, അങ്ങേർക്ക് എന്താ വീട്ടിലിരുന്നാൽ പോരെ എന്ന്. അപ്പോൾ ഗുണ്ട പറയണേ എന്താ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെയുള്ള അയൽപക്കത്തുള്ള ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അത് മുത്തശ്ശൻ അറിയും, അതുകൊണ്ടുള്ള കാര്യം വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെന്ന് പറയണേ. അങ്ങനെ ആരെങ്കിലും വന്ന് അന്വേഷിച്ച് അതൊക്കെ തടയാൻ വേണ്ടിയല്ലേ നിങ്ങളെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങളവിടെ ഞാൻ നിർത്തിയിരിക്കുന്നതെന്ന് അബി ചോദിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തോളണം എന്ന് പറയാം. അപ്പോൾ ഗുഡ പറയണം അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തോളാം, പക്ഷേ എന്നാലും മുത്തശ്ശൻ വന്ന കാര്യം സാറിനെ ഒന്ന് വിളിച്ചറിയിച്ചതാണ് എന്ന് പറയുകയാണ്. അതൊക്കെ നിങ്ങൾ തടഞ്ഞോളാം എന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യണേ. അതിന് ശേഷമാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അനഘയുടെ കയ്യനങ്ങുന്നുണ്ടോ കാലനങ്ങുന്നുണ്ടോ എന്നൊക്കെ തിരക്കി ഓരോരുത്തർ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന്. മോളുടെ കാര്യമാണോ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. മുത്തശ്ശൻ പറയുകയാണ് അതേന്ന്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ തെറ്റൊക്കെ ചെയ്തത് ആദർശാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്.
അങ്ങനെ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകത്തില്ല എന്ന്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി സ്വഭാവം മാറിയതാണ് ആകെ കുഴപ്പമായത്, പക്ഷെ അവൾക്ക് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട്. ആദർശ് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സ് വിഷമമായത്. പ്രത്യേകിച്ച് നയനയെ ചതിച്ചെന്നുള്ള കാര്യത്തിലാണ് ദേവയാനിക്ക് മനസ്സ് വിഷമിച്ചത്. ഇനി എന്തായാലും ചന്തുമോളെ അടുത്ത് വെച്ച് ഇങ്ങനത്തെ കാര്യമൊന്നും സംസാരിക്കേണ്ട, ആ വിഷയം വിടുക എന്ന് പറഞ്ഞിട്ട് അവർ ആ വിഷയം അങ്ങ് വിടുകയാണേ. ചന്തുമോള് വീട്ടിൽ ചെല്ലുമ്പോൾ ചന്തുമോളെ നയനാമ്മ വരും. നയനാമ്മയാണ് അവളുടെ കാര്യമൊക്കെ ഇനി നോക്കുന്നത്. അതുകൊണ്ട് മോള് നയനാമ്മയെ മുറുക്കെ പിടിച്ചോണ്ട് നയനാമ്മയെ സ്നേഹിക്കണമെന്നൊക്കെ മുത്തശ്ശൻ ചന്തുമോളടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നവ്യയും അഭിയും കുഞ്ഞിനെയൊക്കെയാണ് കാണിക്കുന്നത്. കുഞ്ഞിൻ്റെ നൂലിയെട്ടിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അഭി കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.